അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഒരു സമയത്ത് നമ്മളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഉലുഹിയത്ത് എന്ന് പറയുന്ന വിഷയം ഏറ്റവും ലളിതമായി അതിലെ ഓരോ കാര്യങ്ങളും സ്ക്രീനിലൂടെ എഴുതി കാണിച്ചുകൊണ്ടുള്ള അവതരണമാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ മലയാളത്തിൽ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ ലഭ്യമായിരിക്കില്ല. കാരണം അത്രത്തോളം ലളിതമായിട്ടാണ് ഈ വിഷയത്തെപ്പറ്റി ഇന്ന് നിങ്ങളോട് സംസാരിക്കുക. ഏതൊരു വ്യക്തിക്കും ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ തന്നെ മുഴുവനായും കേൾക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ വിഷയത്തിനും ഇതുപോലത്തെ ക്ലാസ്സുകൾ ലഭ്യമാണ്. അതെങ്ങനെയാണ് ലഭിക്കുക എന്നുള്ള വിഷയങ്ങളൊക്കെ വഴിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തായാലും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, ഒന്ന് ഉലുഹിയത്ത്, അത് അറുത്തു കൊടുക്കുന്നതിൻ്റെ വിധി, അതേപോലെ ഉലുഹിയത്തിൻ്റെ മൃഗം, അവയുടെ വയസ്സ്, ഉലുഹിയത്തിൻ്റെ നിയത്ത്, മറ്റുള്ളവർക്ക് വേണ്ടി ഉലുഹിയത്ത് അറുത്തു കൊടുക്കാൻ പറ്റുമോ, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി പറ്റുമോ, ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പറ്റുമോ, വക്കാലത്ത് ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, ഉലുഹിയത്ത് മൃഗത്തിലെ നിബന്ധനകൾ, ഉലുഹിയത്ത് മൃഗം അത് നേർച്ചയാക്കുമ്പോൾ ആ നേർച്ചയുടെ വാചകങ്ങൾ, എപ്പോഴാണ് ഒരാൾക്ക് ഉലുഹിയത്ത് നിർബന്ധമായി മാറുന്നത്, അതേപോലെ ഉലുഹിയത്തിൻ്റെ അവകാശികളും അവയുടെ സമയവും, ഉലുഹിയത്തിലെ സുന്നത്തുകൾ എന്നിങ്ങനെ തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യം ഉലുഹിയത്ത് അറുത്തു കൊടുക്കുന്നതിൻ്റെ വിധി. അതായത് കഴിവുള്ള, പക്വതയുള്ള, സ്വതന്ത്രനായ, മുക്കല്ലഫ് എന്ന് വെക്കുമ്പോൾ മതവിധി നിർദ്ദേശിക്കപ്പെടുന്നവൻ അല്ലെങ്കിൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവൻ, അങ്ങനെയുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉലുഹിയത്ത് ശക്തമായി സുന്നത്താകുന്നു. ചുരുക്കി പറഞ്ഞാൽ ഉലുഹിയത്ത് അറുത്തു കൊടുക്കാൻ പറ്റുന്ന എല്ലാ മുസ്ലിമീങ്ങൾക്കും ഉലുഹിയത്ത് അറുത്തു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഷാഫി മദ്ഹബ് പ്രകാരം ശക്തമായ സുന്നത്തുള്ള ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഏറെ ഉത്സാഹം പ്രകടിപ്പിക്കേണ്ട വിഷയമാണ്. ഒരുപാട് മഹത്വങ്ങൾ അതിനിക്കുണ്ട്. ആ മഹത്വങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. നമുക്കറിയാം, നാളെ പാരത്രിക ലോകത്ത് വലിയൊരു വാഹനമായി അത് നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷപ്പെടും. അങ്ങനെയുള്ള ഒരുപാട് മഹത്വങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വിഷയങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉലുഹിയത്തിനിക്ക് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇനി ഉലുഹിയത്തിൻ്റെ മൃഗം, ഉലുഹിയത്ത് സഹിയാകുന്ന മൃഗങ്ങൾ ആട്, മാട്, ഒട്ടകം, ഈ 3 മൃഗങ്ങളാണ്. ഇതിൽ ആട്, അതിൽ നെയ്യാട്, കോലാട്, ഈ 2 ആടുകളും പറ്റും. മാട്, നമ്മൾ സാധാരണ പശു, പോത്ത് എന്നൊക്കെ വിളിക്കുന്ന മൃഗങ്ങൾ മാട് എന്നുള്ളതിൻ്റെ കാറ്റഗറിയിൽ പെട്ടതാണ്. അതേപോലെ ഒട്ടകം, ഈ 3 ഇനം മൃഗങ്ങളിലാണ് ഉലുഹിയത്ത് പറ്റുക. അതിലെ കോലാടിനും മാടിനും, അതായത് കോലാടിനും മാടിനും, പശു, പോത്ത് ഇവയൊക്കെ മാടിൽപ്പെട്ടു, ഇവയ്ക്ക് 2 വയസ്സ് തികയുകയും നെയ്യാടിന് 1 വർഷം തികയുകയോ അല്ലെങ്കിൽ 6 മാസത്തിന് ശേഷം മുൻപല്ല് കൊഴിയുകയോ വേണം. ഒട്ടകത്തിനാകുമ്പോൾ 5 വർഷം പ്രായം തികയണം. അതായത് ഈ മൃഗങ്ങളുടെ പ്രായത്തെപ്പറ്റിയാണ് സംസാരിച്ചത്. ഇനി ഒരു മൃഗത്തിൽ ഒന്നിലേറെ ഉലുഹിയത്ത് അല്ലെങ്കിൽ ഉലുഹിയത്ത് മൃഗത്തിൽ പങ്കുചേരുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് സംസാരിക്കുന്നത്. അതായത് ആട് ഒരു വ്യക്തിക്ക് മാത്രമേ മതിയാവുന്നതാണ്. അപ്പോൾ ആടിൽ ഷെയർ ഇട്ട് ഉലുഹിയത്ത് പറ്റുകയില്ല. എന്നാൽ മാട്, ഒട്ടകം എന്നിവയിൽ 7 കവിയാത്ത വ്യക്തികൾക്ക് പങ്കുചേരാവുന്നതാണ്. അപ്പോൾ ഒരു മാട്, അതായത് ഒരു പോത്ത്, ആ പോത്ത് ഒരു വ്യക്തിക്ക് സ്വന്തമായി അറുത്തു കൊടുക്കാം, അല്ലെങ്കിൽ 2 പേർ ചേർന്ന് അറുത്തു കൊടുക്കാം, അല്ലെങ്കിൽ 3 പേർ ചേർന്ന് അറുത്തു കൊടുക്കാം. മാക്സിമം പോയാൽ 7 പേർ വരെ ചേർന്ന് അറുത്തു കൊടുക്കാവുന്നതാണ്. എങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായത്, നേരത്തെ ഒരാൾ ചോദിച്ച വിഷയം കൂടിയായിരുന്നു, ഏറ്റവും ശ്രേഷ്ഠമായത് 7 ആട് ഒരു വ്യക്തി അറുത്തു കൊടുക്കലാണ്. അതിന് പറ്റുന്നില്ല എങ്കിൽ ഒരു ഒട്ടകം അറുത്തു കൊടുക്കാം. അതിനും സാധിക്കാത്ത ആളുകൾ ഒരു മാട് അറുത്തു കൊടുക്കാം. അതിനും സാധിക്കാത്ത ആളുകൾ ഒരു നെയ്യാട് അറുത്തു കൊടുക്കാം. അതിനും സാധിക്കാത്ത ഒരാൾ ഒരു കോലാട് അറുത്തു കൊടുക്കാം. അതിനും കഴിയുന്നില്ലേ ഒരു ഒട്ടകത്തിൽ പങ്കുചേരൽ, അതിനും സാധിക്കുന്നില്ലേ ഒരു മാടിൽ പങ്കുചേരൽ എന്നിങ്ങനെയാണ് ഉലുഹിയത്തിൻ്റെ സുന്നത്ത് വരുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒരു ആട് സ്വന്തമായി അറുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഒരു മാടിൽ പങ്കുചേർന്നു എന്നാലും ശരിയാകും. ഇപ്പോൾ പറഞ്ഞു തന്നത് ഇതിൻ്റെ ഓർഡറാണ്. അത്
ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇനി മനസ്സിലാക്കേണ്ട ഒരു വിഷയം, പലയിടങ്ങളിലും ഒരു 70 പേരൊക്കെ ചേർന്ന് ഒരു 10 പോത്ത് വാങ്ങി അറുത്തു കൊടുക്കലുണ്ട്. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊക്കെ 7 പേർക്ക് ഒരു മൃഗത്തെ പ്രത്യേകം നിർണയിച്ചു കൊടുക്കേണ്ടതാണ്. അതായത് 7 പേരുള്ള ഗ്രൂപ്പുകളാക്കി ഓരോ മൃഗത്തെയും പ്രത്യേകം നിർണയിച്ചു കൊടുക്കേണ്ടതാണ്. എല്ലാവർക്കും കൂടി എന്നുള്ള രൂപത്തിൽ പറ്റുകയില്ല. ഒരു മൃഗത്തിൽ മാക്സിമം 7 പേർക്ക് മാത്രമേ കൂറാവാൻ പറ്റുകയുള്ളൂ. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഉലുഹിയത്തിൻ്റെ നിയത്ത്, അതായത് അറക്കുന്ന സമയത്തോ മൃഗത്തെ നിർണയിക്കുന്ന സമയത്തോ നിയത്ത് ചെയ്യൽ അനിവാര്യമാണ്. നേരത്തെ തന്നെ നേർച്ച കൊണ്ട് നിർണയിക്കപ്പെട്ട മൃഗത്തിൽ നിയത്ത് നിർബന്ധമില്ല. അപ്പോൾ നേർച്ചയാക്കുമ്പോൾ തന്നെ ഓൾറെഡി നിയത്ത് സംഭവിച്ചു. ഇനി എല്ലാ ഇടത്തും ഉള്ളതുപോലെ ഇവിടെയും നിയത്ത് ഹൃദയം കൊണ്ടാവൽ നിർബന്ധവും നാവ് ഉച്ചരിക്കൽ സുന്നത്തുമാണ്. അപ്പോൾ നിയത്ത് മനസ്സുകൊണ്ട് കരുതുക എന്നുള്ളത് നിർബന്ധവും നാവ് കൊണ്ട് പറയുക എന്നുള്ളത് സുന്നത്തുമാണ്. കരുതൽ ഏതായാലും നിർബന്ധമാണ്, ആ കരുതലോടൊപ്പം പറയുക എന്നുള്ളത് സുന്നത്താണ്. ഇനി എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത്? സുന്നത്തായ ഉലുഹിയത്തിനെ ഞാൻ കരുതി എന്നോ ഉലുഹിയത്താകുന്ന സുന്നത്ത് നിർവഹിക്കാൻ ഞാൻ കരുതി എന്നോ ഒരാൾ നിയത്ത് കരുതുക. ഇങ്ങനെയാണ് ഉലുഹിയത്തിൻ്റെ നിയത്ത് കരുതേണ്ടത്. ആവശ്യം മനസ്സിലാക്കാം. ഇനി മറ്റുള്ളവർക്ക് വേണ്ടി ഉലുഹിയത്ത് നിർവഹിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, അതായത് ജീവിച്ചിരിക്കുന്നവരെ തൊട്ട് ഉലുഹിയത്ത് നിർവഹിക്കൽ അവരുടെ സമ്മതമില്ലാതെയും മരിച്ചവരെ തൊട്ട് ഉലുഹിയത്ത് നിർവഹിക്കൽ അവരുടെ വസിയത്ത് ഉണ്ടായാലല്ലാതെയും അനുവദനീയമല്ല. അപ്രകാരം ഉലുഹിയത്ത് നിർവഹിച്ചാൽ അത് സഹിയാവുന്നതുമല്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമുക്ക് ഉലുഹിയത്ത് നിർവഹിച്ചു കൊടുക്കണമെങ്കിൽ അവരുടെ സമ്മതം വേണം. മരണപ്പെട്ടവർക്ക് വേണ്ടി നിർവഹിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ വസിയത്ത് വേണം. ആവശ്യം മനസ്സിലാക്കാം. എന്നെ തൊട്ട് ഉലുഹിയത്ത് നിർവഹിക്കൂ എന്ന ഒരാൾ പറയുകയും അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്താൽ ഉലുഹിയത്ത് സഹിയാവുന്നതാണ്. ഇനി വക്കാലത്ത് ഏൽപ്പിക്കൽ, അതായത് ഉലുഹിയത്തിന് അറുക്കാനും നിയത്ത് ചെയ്യാനും വകതിരിവെത്തിയ മുസ്ലിമിനെ വക്കാലത്ത് ഏൽപ്പിക്കൽ അനുവദനീയമാകുന്നു. അപ്പോൾ ഒരു നാട്ടിൽ ഒരാളുണ്ട്, അയാൾക്ക് അവിടെ അറുത്തു കൊടുക്കുന്നില്ല, വേറെ ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരാൾ അറുത്തു കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുകയാണ്. അങ്ങനെ ഏൽപ്പിക്കാൻ പറ്റും. അതായത് വകതിരിവെത്തിയ മുസ്ലിമിനെ വക്കാലത്ത് ഏൽപ്പിക്കൽ അനുവദനീയമാണ്. അടുത്തത് ഉലുഹിയത്ത് മൃഗത്തിലെ നിബന്ധനകൾ. ഉലുഹിയത്ത് മൃഗം ആരോഗ്യമുള്ളതും വൈകല്യമില്ലാത്തതുമാവൽ നിബന്ധനയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ദൃശ്യമായ മെലിഞ്ഞതോ മുടന്തുള്ളതോ ഒറ്റക്കണ്ണുള്ളതോ ദുർബല അവയവമുള്ളതോ രോഗമുള്ളതോ ചൊറിയുള്ളതോ ഗർഭമുള്ളതോ നാവ് ചെവി വാല് അകിട് എന്നിവകളിൽ നിന്ന് അല്പം കഷ്ണിച്ചു പോയതോ പല്ലുകൾ മുഴുവനായും കൊഴിഞ്ഞതോ ആയ മൃഗങ്ങൾ ഉലുഹിയത്തിന് യോഗ്യമല്ലാത്തതാണ്. അപ്പോൾ ഉലുഹിയത്തിന് പറ്റാത്ത മൃഗങ്ങളെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അപ്പോൾ വാലൊക്കെ കൊഴിഞ്ഞു പോകുന്ന മൃഗങ്ങൾ, അത് കഷ്ണിച്ചു പോകുന്ന മൃഗങ്ങൾ, അത് ഉലുഹിയത്തിന് പറ്റില്ല. ആവശ്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അടുത്തത് ഏറ്റവും ശ്രേഷ്ഠമായ മൃഗം, അതായത് ആണായ ഭംഗിയുള്ള തടിച്ചു കൊഴുത്ത കൊമ്പുള്ള വെളുത്ത മൃഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോൾ ഉലുഹിയത്തുമായി ബന്ധപ്പെട്ട് വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ആൺമൃഗമുണ്ട് പെൺമൃഗമുണ്ടെങ്കിൽ ആൺമൃഗമാണ് ഏറ്റവും നല്ലത്. പെൺമൃഗത്തെ അറുത്തു കൊടുത്താലും ശരിയാകും, ആൺമൃഗമാണ് ഏറ്റവും നല്ലത്. ഇനി വെളുത്ത നിറങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ പറഞ്ഞു തരികയാണ്. വെളുത്ത മൃഗത്തിന് ശേഷം മഞ്ഞ നിറമുള്ളത്, അതിനുശേഷം മങ്ങിയ വെള്ള, അതിനുശേഷം ചാരനിറം, ശേഷം ചുവന്നത്, ശേഷം ചുവപ്പും വെളുപ്പും കലർന്നത്, ശേഷം വെളുപ്പും കറുപ്പും മിശ്രിതമായത്, ശേഷം കറുത്തത് എന്നിങ്ങനെയാണ് നിറത്തിൻ്റെ ഓർഡർ വരിക. അപ്പോൾ ഒരാൾ കറുത്ത മൃഗം തന്നെ അറുത്തു കൊടുത്താൽ ശരിയാകും. പക്ഷെ വെളുത്ത മൃഗമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, അതായത് നിറത്തിൻ്റെ കേസിൽ വരുമ്പോൾ. ഇനി വർഗത്തിൻ്റെ കേസിൽ വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ആൺമൃഗമാണ് നല്ലത്. അടുത്തത് ഉലുഹിയത്തിന് ചെലവഴിക്കപ്പെടേണ്ടത്, അതായത് ആർക്കാണ് നമ്മൾ അറുത്ത ഉലുഹിയത്ത് നൽകേണ്ടത് എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി ഉലുഹിയത്ത് സുന്നത്താണെങ്കിലും നേർച്ച കൊണ്ട് നിർബന്ധമായി തീരുന്നതാണ്. അപ്പോൾ നിർബന്ധമായ ഉലുഹിയത്ത് മുഴുവനായും, അതായത് മൃഗത്തിൻ്റെ തോൽ വരെ ഒരാൾ ഉലുഹിയത്ത് നേർച്ചയാക്കിയാൽ ആ ഉലുഹിയത്തിൻ്റെ തോൽ വരെ
ഇത് മുഴുവനായും ആ മൃഗം അതിൻ്റെ മാംസം മുഴുവനായും ധർമ്മം ചെയ്യൽ നിർബന്ധമാണ്. നേർച്ചയാക്കിയതല്ലാത്ത സുന്നത്തായതിൽ നിന്ന് പച്ചയായി തന്നെ ഒരൽപ്പ ഭാഗം സദക്ക ചെയ്യൽ നിർബന്ധമാകുന്നു. അപ്പോൾ ഒരൽപ്പ ഭാഗമെങ്കിലും സദക്ക ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. അത് എത്ര ചെയ്യണം എന്നുള്ള വിഷയങ്ങളൊക്കെ ശേഷം പറയും. അതായത് എങ്കിലും സുന്നത്തായ ഉലുഹിയത്തിൽ നിന്ന് ഭക്ഷിച്ചു ബറക്കത്ത് നേടാൻ വേണ്ടി ഒരു പിടി ഇറച്ചി ഒഴിച്ച് തോൽ അടക്കമുള്ള എല്ലാ ഭാഗങ്ങളും സദക്ക ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. അപ്പോൾ ഒരൽപ്പ ഭാഗം എടുത്ത് മറ്റു ഭാഗങ്ങളൊക്കെ സദക്ക ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഉലുഹിയത്തിൽ എപ്പോഴും നല്ലത്. ഇനി ബറക്കത്തിന് വേണ്ടി എടുക്കുന്നത് കരളിൻ്റെ ഭാഗത്ത് നിന്നാവലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഉലുഹിയത്ത് സുന്നത്തായ ഉലുഹിയത്താണെങ്കിൽ ആ ഉലുഹിയത്ത് അറുത്ത വ്യക്തി, അതായത് ആരാണ് ഉലുഹിയത്ത് അറുത്തത്, അവർ കരളിൻ്റെ ഭാഗത്ത് നിന്ന് ഒരൽപ്പം എടുത്ത് ബാക്കിയെല്ലാം സദക്ക ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഇനി ഒരൽപ്പമെങ്കിലും സദക്ക ചെയ്യുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. ഇനി നിർബന്ധമായ ഉലുഹിയത്താണെങ്കിലോ മുഴുവനായിട്ടും സദക്ക തന്നെ ചെയ്യണം. ഇനി ശേഷം ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് മൂന്നിൽ ഒരു ഭാഗം ഭക്ഷിക്കലും 2 ഭാഗം സദക്ക ചെയ്യലുമാണ്. അത് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാകുന്നത് 1 ഭാഗം ഭക്ഷിക്കലും 1 ഭാഗം സദക്ക ചെയ്യലും 1 ഭാഗം ഹദിയ ചെയ്യലുമാണ്. ആവശ്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നേർച്ചയുടെ വാചകങ്ങൾ. ഇനി ഉലുഹിയത്ത് കിട്ടിയാൽ അത് വിൽക്കാൻ പറ്റുമോ, മുസ്ലിമീങ്ങൾക്കല്ലാത്തവർക്ക് നൽകാൻ പറ്റുമോ, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞു തരാം. അതിനു മുമ്പ് നേർച്ചയുടെ വാചകങ്ങൾ. അതായത് ഈ മൃഗത്തെ അള്ളാഹുവിന് വേണ്ടി ഉലുഹിയത്ത് അറുക്കൽ എൻ്റെ മേൽ നിർബന്ധമാണ് എന്ന് ഒരാൾ പറയാം. അല്ലെങ്കിൽ ഈ മൃഗത്തെ അള്ളാഹുവിന് വേണ്ടി ഉലുഹിയത്ത് അറുക്കാൻ ഞാൻ നേർച്ചയാക്കി എന്നൊക്കെ ഒരാൾ പറയാം. അതുകൊണ്ട് ഉലുഹിയത്ത് നേർച്ചയായി. ഇനി അള്ളാഹുവിന് വേണ്ടി എൻ്റെ മേൽ ഉലുഹിയത്ത് നിർബന്ധമാകുന്നു, അള്ളാഹുവിന് വേണ്ടി ഞാൻ ഉലുഹിയത്ത് അറുക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാലും ഉലുഹിയത്ത് നിർബന്ധമായി. ആവശ്യം മനസ്സിലാക്കാം. ശ്രദ്ധിക്കുക, ആദ്യത്തെ കേസിൽ മൃഗത്തെ കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അറവിൻ്റെ സമയത്ത് പ്രത്യേകം നിയത്ത് നിർബന്ധമാവില്ല. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി ഒരു മൃഗത്തെ ചൂണ്ടി ഇതിനെ ഞാൻ ഉലുഹിയത്താക്കി അല്ലെങ്കിൽ ഇത് ഉലുഹിയത്താണ് എന്ന് പറഞ്ഞാലും ആ മൃഗം നേർച്ചയാക്കപ്പെട്ട മൃഗത്തിൻ്റെ അതേ വിധിയിലാണ്. അപ്പോൾ ഒരാൾക്കൊരു പശുവുണ്ട്, ആ പശുവിനെ ചൂണ്ടി പറയാണ് ഇത് എൻ്റെ ഉലുഹിയത്താണെന്ന് പറഞ്ഞാൽ അത് നേർച്ചയാക്കപ്പെട്ടതിൻ്റെ വിധിയിലായിട്ട് മാറും. അതിന് ഉലുഹിയത്ത് അറുത്ത് കൊടുക്കണം. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി ഉലുഹിയത്തിൽ നിന്ന് ഒന്നും വിൽക്കലോ നശിപ്പിക്കലോ അറിവ് നടത്തിയ വ്യക്തിക്ക് കൂലിയായി നൽകലോ അത് തോൽ ആണെങ്കിൽ പോലും അനുവദനീയമല്ല. ഉലുഹിയത്തിൻ്റെ നിർബന്ധമായും അവകാശികൾക്ക് നൽകേണ്ട ഭാഗം അറിവ് നടന്ന നാട്ടിൽ തന്നെ നൽകൽ നിർബന്ധമാണ്. ആ നാടിൻ്റെ പുറത്തേക്ക് നീക്കൽ അനുവദനീയമല്ല. അപ്പോൾ ഏത് നാട്ടിലാണോ അറിവ് നടന്നത് ആ നാട്ടിൽ നിർബന്ധമായും അവകാശികൾക്ക്, അതായത് ഒരൽപ്പ ഭാഗമാണ് സുന്നത്തായ ഉലുഹിയത്തിൽ നിർബന്ധമായും അവകാശികൾക്ക് നൽകേണ്ടത്, അത് അതേ നാട്ടിൽ തന്നെ നൽകാം. ഉലുഹിയത്തിൻ്റെ അവകാശികളും സമയവും, അതായത് ആർക്കാണ് ഉലുഹിയത്ത് നൽകേണ്ടത് എന്നുള്ള വിഷയമാണ് അടുത്തതായി പറഞ്ഞിരുന്നത്. ഉലുഹിയത്തിൻ്റെ അവകാശികൾ ഫക്കീർ, മിസ്കീൻ വകുപ്പിൽപ്പെട്ട മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾക്ക് തന്നെയാണ് ഉലുഹിയത്ത് നൽകേണ്ടത്. അമുസ്ലിമീങ്ങൾക്ക് നൽകാൻ പാടില്ല ഉലുഹിയത്തിൻ്റെ മാംസം. ഇനി മതസൗഹാർദ്ദമൊക്കെ മാനിച്ചുകൊണ്ട് അവർക്ക് സെപ്പറേറ്റ് മാംസം വാങ്ങി നമുക്ക് നൽകാം. ഉലുഹിയത്ത് അറുക്കപ്പെട്ട മാംസം മുസ്ലിമീങ്ങൾക്കാണ് നൽകേണ്ടത്. അതിൻ്റെ യഥാർത്ഥ അവകാശികളായിട്ട് വരാം പാവപ്പെട്ടവരാണ്, ഫക്കീറോ മിസ്കിനോ ആയ മുസ്ലിമീങ്ങളാണ്. സ്വതക്ക ചെയ്യൽ നിർബന്ധമായ ഭാഗം ഈ 2 വകുപ്പിൽപ്പെട്ടവർക്ക് മാത്രമേ നൽകാവുകയുള്ളൂ. അവർക്ക് ഉടമപ്പെടുന്നത് കൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് വിൽപ്പന അനുവദനീയമാണ്. അപ്പോൾ ഒരു ഫക്കീറോ മിസ്കിനോ ആയ ഒരു മുസ്ലിമിനിക്ക് ഉലുഹിയത്തിൻ്റെ മാംസം കിട്ടിയാൽ ഒരു മുസ്ലിമായ വ്യക്തിക്ക് തന്നെ അതിനെ വിൽക്കൽ ഈ ഫക്കീറോ മിസ്കിനോ ആയ മുസ്ലിമിക്ക് അനുവദനീയമാണ്. കാരണം എന്ത്, അവർക്കത് ലഭിച്ചപ്പോൾ അത് അവരുടെ ഉടമസ്ഥാവകാശത്തിലായിട്ട് മാറി. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കണം, സുന്നത്തായ ഉലുഹിയത്തിൽ നിന്ന് സദക്ക ചെയ്യൽ നിർബന്ധമായ ഭാഗം ഒഴിച്ച് ബാക്കിയുള്ളത് സമ്പന്നർക്ക് വേവിച്ചോ അല്ലാതെയോ നൽകൽ അനുവദനീയമാണ്. അതായത് ഫക്കീറോ മിസ്കിനോ അല്ലാത്ത മുസ്ലിമീങ്ങൾക്ക് നൽകാവുന്നതാണ് സുന്നത്തായ ഉലുഹിയത്തിൽ നിന്ന്. അവർക്ക് ഭക്ഷിക്കാമെങ്കിലും ഉടമപ്പെടാത്തത് കൊണ്ട് വിൽക്കാൻ പറ്റുകയില്ല. അപ്പോൾ സമ്പന്നർക്ക് ഉലുഹിയത്തിൻ്റെ മാംസം കിട്ടിയാൽ അവർക്കതിനെ ഭക്ഷിക്കാം, അതേ സമയത്ത് അവർക്കതിനെ വിൽക്കാൻ പറ്റുകയില്ല. ആവശ്യം കൂടി ശ്രദ്ധിക്കാം. ഇനി ഉലുഹിയത്തിൻ്റെ സമയം എപ്പോഴാണ് ഉലുഹിയത്ത് അറുത്തു കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഉലുഹിയത്തിൻ്റെ സമയം പെരുന്നാൾ ദിവസത്തിൻ്റെ സൂര്യോദയം കഴിഞ്ഞ് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ 2 റക്അത്ത് നിസ്കാരവും അതേപോലെ 2 ഖുതുബയും നിർവഹിക്കാൻ വേണ്ട സമയം കഴിഞ്ഞത് മുതൽ അയ്യാമു തശ്രീക്കിൻ്റെ അവസാനം വരെയുള്ള സമയമാണ് ഉലുഹിയത്ത് അറുത്തു കൊടുക്കാനുള്ള സമയം. ഏറ്റവും ശ്രേഷ്ഠമായത് സൂര്യനുദിച്ച് ഏകദേശം 20 മിനിറ്റുകൾക്ക് ശേഷവും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും ആവലാണ്. ശ്രദ്ധിക്കാം. അതായത് പെരുന്നാൾ ദിനം
സൂര്യനുദിച്ച് ചുരുങ്ങിയ രൂപത്തിൽ 2 റക്അത്ത് നിസ്കാരവും 2 ഖുതുബയും നിർവഹിക്കാനുള്ള സമയം. ആ സമയം കഴിഞ്ഞത് മുതൽ ഉളുഹിയത്തിൻ്റെ സമയം സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ സമയം സൂര്യനുദിച്ച് ഏകദേശം 20 മിനിറ്റുകൾക്ക് ശേഷവും പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും ആവലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ആവശ്യം കൂടി മനസ്സിലാക്കാം. ഇനി സമയത്തിന് മുമ്പോ ശേഷമോ അറവ് നടന്നാൽ അത് ഉളുഹിയത്തായി സംഭവിക്കുന്നതല്ല. എന്നാൽ നിർബന്ധമായ ഉളുഹിയത്ത് സമയത്തിനുള്ളിൽ അറക്കാതിരുന്നാൽ എത്രയും പെട്ടെന്ന് ഉളുഹിയത്ത് അറുത്ത് ഖളാ വീട്ടലും അവകാശികൾക്ക് നൽകലും നിർബന്ധമാണ്. അപ്പോൾ ആവശ്യം മനസ്സിലാക്കാം. അപ്പോൾ ഉളുഹിയത്ത് അറുത്ത് കൊടുക്കാനുള്ള സമയം ഏതുവരെയുണ്ട്? അയ്യാമ തശ്രീഖിൻ്റെ അവസാനം, അതായത് ദുൽഹിജ്ജ 13-ന്റെ അവസാനം സൂര്യാസ്തമയം വരെ അതിനൊക്കെ സമയമുണ്ട്. ആവശ്യം ശ്രദ്ധിക്കാം. മാക്സിമം പെരുന്നാൾ ദിനത്തിൽ തന്നെ പറ്റുന്ന ആളുകൾ പെരുന്നാൾ ദിനത്തിൽ തന്നെ അറുത്തു കൊടുക്കുക. ഇനി ഉളുഹിയത്തിലെ സുന്നത്തുകൾ, വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതായത് ഉളുഹിയത്ത് ഉദ്ദേശിക്കുന്നവൻ ദുൽഹിജ്ജ 1 മുതൽ ഉളുഹിയത്ത് അറുക്കുന്നത് വരെ ശരീരത്തിലെ രോമം, നഖം പോലോത്തത് നീക്കാതിരിക്കൽ. അപ്പോൾ ഇവ നീക്കാതിരിക്കൽ ഉളുഹിയത്ത് ഉദ്ദേശിച്ച ആളുകൾക്ക് സുന്നത്താണ്. അത് ദുൽഹിജ്ജ 1 മുതൽ ഉളുഹിയത്ത് അറുക്കുന്നത് വരെ നീക്കാതിരിക്കൽ സുന്നത്താണ്. അങ്ങനെ ഒരാൾ നീക്കം ചെയ്തു പോയാൽ അവനിക്ക് ഉളുഹിയത്ത് ബാത്തിലാവുകയൊന്നുമില്ല. അവനിക്ക് ഉളുഹിയത്ത് അറുത്ത് കൊടുക്കാവുന്നതാണ്. നീക്കം ചെയ്യാതിരിക്കലാണ് സുന്നത്ത്. ഇനി വളരെ അത്യാവശ്യം ഒരാൾക്ക് വന്നുപോയാൽ അവർക്ക് നീക്കം ചെയ്യാവുന്നതുമാണ്. ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കാം. ഇനി അറവിന് ശേഷിയുള്ള കാഴ്ചയുള്ള പുരുഷൻ സ്വന്തം അറുക്കലും അല്ലാത്തവർ അർഹരെ വക്കാലത്ത് ഏൽപ്പിക്കലുമാണ് സുന്നത്ത്. ആവശ്യം ശ്രദ്ധിക്കാം. ഇനി ഒരാൾ വക്കാലത്ത് ഏൽപ്പിച്ചു, അങ്ങനെ വക്കാലത്ത് വേറൊരാളെ ഏൽപ്പിച്ചാലും ആ അറവിന് സാക്ഷിയാവലും സുന്നത്താണ്. വീട്ടിൽ കുടുംബക്കാരുടെ സമക്ഷത്തിൽ, അതായത് കുടുംബക്കാർക്കൊക്കെ ചേരാൻ പറ്റുന്നൊരിടത്ത് ഉളുഹിയത്ത് അറുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിർവഹിക്കലാണ് സുന്നത്ത്. ഇനി പള്ളി മൈതാനങ്ങളിലോ മറ്റോ ഉളുഹിയത്ത് നിർവഹിച്ചാലും ഒക്കെ ശരിയാകും. ഈ പറയുന്നത് പ്രത്യേകം സുന്നത്തുള്ള കാര്യങ്ങളാണ്. ഇനി അറവിൻ്റെ മര്യാദകൾ പാലിക്കൽ, അത് അറവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ കൃത്യമായി ചർച്ച ചെയ്യുന്നുണ്ട്. ആ അറവിൻ്റെ മര്യാദകളൊക്കെ പാലിക്കൽ സുന്നത്താണ്. ഇനി ബിസ്മിക്ക് മുമ്പ് 3 ശേഷം 3 തക്ബീറുകൾ ചൊല്ലലും സുന്നത്താണ്. ഇനി അല്ലാഹുമ്മ ഹാദിഹി മിൻക വ ഇലൈക ഫതഖബ്ബൽ മിന്നി, അതായത് അള്ളാഹുവേ ഇത് നിന്നിൽ നിന്നും നിന്നിലേക്കുമാണ്, അതിനാൽ എന്നിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ എന്ന് ദുആ ചെയ്യലും സുന്നത്താണ്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ സുന്നത്തുള്ള വിഷയങ്ങളാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് മാറിക്കിട്ടിയിട്ടുണ്ടാവും. ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ വരും ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഈ ക്ലാസ് വരുന്നത് നാഫി അക്കാഡമിയുടെ ഭാഗമായിട്ടുള്ള ഹിക്മ കോഴ്സിലൂടെയാണ്. ഈ ഹിക്മ കോഴ്സിലൂടെ ഈ ഉളുഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഓരോ വിഷയങ്ങളും, നിസ്കാരത്തിൻ്റെ ഏകദേശം 31 സെഷൻസ് ഉണ്ടായിരുന്നു. അതേപോലെ സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഉംറ അങ്ങനെ തുടങ്ങിയ ഓരോ വിഷയങ്ങളിലും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഈ ക്ലാസ്സസ് ഒക്കെ വരാം. നിങ്ങൾ നാഫി അക്കാഡമിയിൽ ഹിക്മ കോഴ്സ് നിങ്ങൾക്ക് ഡയറക്റ്റ് സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അതല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അങ്ങനെ കോൺടാക്ട് ചെയ്ത് ഹിക്മ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചാൽ നിങ്ങളെ പേര്, സ്ഥലം, ഫോൺ നമ്പർ, ജില്ല ആ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ അയച്ചു തരിക. ഇന്ന് ചെറിയൊരു കോഴ്സ് പേയ്മെൻറ്റ്, അത് ലൈഫ് ടൈം ആക്സസിന് വളരെ ചെറിയൊരു പേയ്മെൻറ്റാണ്. ആ പേയ്മെൻറ്റ് നിങ്ങൾ കൂടി ചെയ്താൽ അതിൽ നിങ്ങൾക്ക് കോഴ്സസ് ലഭ്യമാകും. അങ്ങനെ കോഴ്സ് ലഭ്യമായാൽ ഏത് സമയത്തും നിങ്ങൾക്ക് എല്ലാ വിഷയങ്ങളിലുള്ള ക്ലാസ്സുകൾ ഉപയോഗപ്പെടുത്താം. ആദ്യത്തെ 4 ക്ലാസ്സുകൾ വിശ്വാസപരമായി ബന്ധപ്പെട്ടത്, പിന്നീട് നിസ്കാരമായി ബന്ധപ്പെട്ടത്, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, ഉംറ അങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയത്തിലും ക്ലാസ്സസ് അവൈലബിൾ ആണ്. ഏതായാലും ദീനിയായ വിഷയങ്ങൾ ഏറ്റവും ലളിതമായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നാഫി അക്കാഡമിയുടെ ഹിക്മ കോഴ്സ് വളരെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും. നിങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക എന്നത് കൂടി ഉണർത്തിക്കൊണ്ട് എല്ലാവരോടും ആവശ്യത്തോടെ അസ്സലാമു അലൈക്കും.